ഒരാഴ്ച മുൻപ് വേദം അഭ്യസിക്കാൻ ഗുരുകുലത്തിൽ ചേർത്ത മകനെ അച്ഛനും അമ്മയും പിന്നെ കാണുന്നത് വീട്ടുമുറ്റത്ത് ചേതനയറ്റ ശരീരമായി. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് നടുക്കുന്ന കൊലപാതകം നടന്നത്. 45ഓളം ആഴത്തിലുള്ള മുറിവുകളാണ് കുഞ്ഞു ശരീരത്തിലുണ്ടായിരുന്നത്. അസാധാരണമായ സംഭവത്തിന് പിന്നാലെ ഗുരുകുലം നടത്തിയിരുന്ന കനയ്യലാൽ മിശ്രയും പെൺസുഹൃത്ത് ഹർഷിത സോണിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു ഗുരുകുലത്തിൽ നടന്ന നിഗൂഢമായ ഈ കൊലപാതകത്തിന് പിന്നിലെ ദുരൂഹതകൾ നീങ്ങാൻ സമഗ്രമായ അന്വേഷണം തന്നെ വേണ്ടിവരും. വേദവിദ്യാഭ്യാസം വേണം മകന്. അത് സൗജന്യമായി ലഭിക്കുമെന്ന് അറിഞ്ഞതോടെയാണ് 11കാരനായ ദിവ്യാൻഷിനെ അച്ഛൻ ലക്നൌവിലെ രാമാനുജ് ഭഗവത് വേദവിദ്യാപീഠ് ഗുരുകുലത്തിൽ ചേർത്തത്. ഏപ്രിൽ 15-നാണ് ദിവ്യാൻഷിന്റെ അച്ഛൻ നരേന്ദ്രകുമാർ ദ്വിവേദ് അവനെ ഗുരുകുലത്തിലെത്തിച്ചത്. എന്നാൽ കൃത്യം ഒരാഴ്ച ഏപ്രിൽ 22-ന് ദിവ്യാൻഷ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചെന്ന് വീട്ടുകാർക്ക് ഗുരുകുലത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടി. ഏപ്രിൽ 21 ചൊവ്വാഴ്ച ദിവ്യാൻഷ് അവന്റെ സഹോദരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പിറ്റേ ദിവസമാണ് നടുക്കുന്ന വാർത്ത കുടുംബത്തെ ഗുരുകുലം നടത്തിപ്പുകാർ ഫോണിൽ അറിയിക്കുന്നത്. കുട്ടി പടിക്കെട്ടിൽ നിന്ന് വീണതായി ഗുരുകുലത്തിന്റെ ഉടമ കനയ്യലാൽ മിശ്ര ഫോണിലൂടെ ദിവ്യാൻഷിന്റെ അച്ഛനോട് പറഞ്ഞു. എന്നാൽ ഗുരുകുലം നടത്തിപ്പുകാരനിലെ കുറ്റവാളി എത്ര നീചമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നറിയാൻ ഈ വിവരങ്ങൾ കൂടി അറിയണം. 11കാരൻ ദിവ്യാൻഷ് പടിക്കെട്ടിൽ നിന്ന് വീണ് ജീവൻ നഷ്ടമായെന്നറിയിച്ച രാമാനുജ് ഭഗവത് വേദവിദ്യാപീഠ് ഗുരുകുലം അധികാരികൾ അവന്റെ ശരീരം കാൺപൂരിലെ അവന്റെ വീടിന് മുറ്റത്ത് കാറിൽ കൊണ്ടു തള്ളുകയായിരുന്നു. കുടുംബാംഗങ്ങളിൽ ചിലർ സംഭവം ശ്രദ്ധിച്ചതോടെ കാർ അതിവേഗം വീടിനടുത്ത് നിന്ന് പോയി. जो कि मार के चोट के और सिगरेट जैसे जलाए हुए कटे हुए बदन में तमाम प्रकार के चोटों के निशान मिले और लाने वाला छोड़ के यहाँ से जा चुका था. ഓടിയെത്തിയ കുടുംബാംഗങ്ങൾ കാണുന്നത് ഹൃദയഭേദകമായ കാഴ്ച. 7 ദിവസം മുൻപ് വേദം പഠിക്കാൻ ഗുരുകുലത്തിൽ ചേർത്ത തങ്ങളുടെ കുരുന്ന് ശരീരമാസകലം മുറിവുകളുമായി ചേതനയറ്റ് തങ്ങളുടെ വീടിന് മുന്നിൽ കിടക്കുന്നു. ശരീരത്തിൽ 45ഓളം ആഴത്തിലുള്ള പാടുകളുണ്ടായിരുന്നു. വടികൊണ്ട് അടിച്ചതിന്റെ പാടുകളും ഇതിൽപ്പെടും. കുട്ടിയുടെ കൈകാലുകൾ കയറുകൊണ്ട് കെട്ടിയിട്ടിരുന്നതിന്റെയും കഠിനമായ പീഡനം നേരിട്ടതിന്റെയും തെളിവുകളാണ് അവന്റെ ചേതനയറ്റ ശരീരത്തിലുള്ളതെന്ന് അച്ഛൻ നരേന്ദ്രകുമാർ ദ്വിവേദ് പറയുന്നു. कन्हैया मिश्रा है जो वही आगे छोड़े थे आगे और इस लड़के के पूरे शरीर में चोटों के निशान है, जले के निशान है, कटे के निशान है और मलद्वार से इसके मल भी निकला है. इससे आशंका हो रही है कि इसका दुष्कर्म हुआ है. പിതാവ് നൽകിയ പരാതിയെ തുടർന്ന് കനയ്യലാൽ മിശ്രയ്ക്കും ഡ്രൈവർക്കുമെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. കനയ്യലാലിനെയും അയാളുടെ പെൺസുഹൃത്ത് ഹർഷിത സോണിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേസ് അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്ന് ലക്നൌ ഈസ്റ്റ് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് അഞ്ജലി വിശ്വകർമ്മ പറഞ്ഞു. हत्या का आरोप लगा रहे हैं, उसकी पूरी जांच पड़ताल होगी. हम लोगों ने एक टीम भी एक्टिवेट कर दी है जो लखनऊ में जाके पूरी जांच करेगी. ഗുരുകുലം പരിശോധിക്കാനും തെളിവുകൾ ശേഖരിക്കാനും സംഘം ലക്നൌ സന്ദർശിക്കും. സുതാര്യത ഉറപ്പാക്കാൻ ദിവ്യാൻഷിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ റെക്കോർഡ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. സമഗ്രമായ അന്വേഷണത്തിലൂടെ ഗുരുകുലത്തിൽ നടന്ന ഈ നിഗൂഢമായ കൊലപാതകത്തിന്റെ സത്യാവസ്ഥ നമുക്കറിയാനാകൂ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.